ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിൽ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ യൂണിറ്റാണ് കുടയോളം ഭൂമി. 4ാമത്തെ യൂണിറ്റിലെ 3 പാഠങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. മഴ ചാറുമ്പോൾ. ഇതൊരു കവിതയാണ്. അപ്പം നമുക്ക് അറിയാം, ഒരു കവിത നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്ന സമയത്ത് എന്തറിഞ്ഞിരിക്കണം, നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആശയം അറിയണം അല്ലേ. അപ്പം നമ്മൾ ക്ലാസ്സിൽ അതിൻ്റെ ആശയമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ 4ാമത്തെ യൂണിറ്റ് കുടയോളം ഭൂമി. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. ഭൂമി എന്നാണ് കവിതയുടെ പേര്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമുണ്ട്. അപ്പം നമുക്ക് ആദ്യം അത് വായിച്ചു നോക്കിയിട്ട് പാഠത്തിലോട്ട് പോകാം. അപ്പം നമ്മുടെ കവിതയുടെ പേര് ഭൂമി എന്നാണ്. അത് കവിത വായിക്കാം. കാറ്റിനുണ്ട് ഇലയുടെയും കിളിയുടെയും മണം. പാറക്കെട്ടിലൂടെ കുത്തിയൊലിക്കുമ്പോൾ പുഴ ഒരു ഗായകനാവുന്നു. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. ഇനി അവർ തനിച്ചാവുമോ എന്ന് വെച്ചാൽ എന്താ അവിടെ പറയണത്? അതായത് കാറ്റിനുണ്ട് ഇലയുടെയും കിളിയുടെയും മണം എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു കാറ്റിനുണ്ടാവുന്ന ഒരു മണം അല്ലേ. പിന്നെന്താ, പാറക്കെട്ടിലൂടെ കുത്തിയൊലിക്കുമ്പോൾ പുഴ ഒരു ഗായകനാവുന്നു എന്ന് പറയുന്നത് എന്താണ്? അതെ, ഒഴുകുന്ന പുഴയുടെ ഒരു കളകള, നമ്മൾ കവിതയിലാണെങ്കിൽ കളകളനാദം എന്ന് പറയില്ലേ, ഒരു സൗണ്ട്. അതായത് ആ ഒഴുകുന്ന പുഴയുടെ ഒരു സൗണ്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എന്താണ്, മഴയും പുഴയും കാറ്റും കിളിയും എല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതെല്ലാം തനിച്ചാവുന്ന സമയത്ത് എന്തായിരിക്കും ഈ ഭൂമിയിൽ സംഭവിക്കുക എന്നാണ് ഇവിടെ കവിതയിൽ കവി ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ ചോദ്യം എന്താണ്? ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യത്തിലാണ് കവിത അവസാനിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എന്താവാം? ചർച്ച ചെയ്യൂ. എന്താണ് ഉത്തരം? ഈ ചോദ്യം കവിയുടെ ആശങ്കയും കരുതലും പ്രകടിപ്പിക്കുന്നു. മഴയും പുഴയും കാറ്റും കിളിയും എല്ലാം പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിരുന്നവർ വേർപിരിയുമ്പോൾ അവർ ഒറ്റപ്പെടുമോ, തനിച്ചാകുമോ എന്ന ഭയം കവിക്കുണ്ടാകുന്നു. അതിനാൽ ഈ ചോദ്യം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യവും ഒരുമിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നു. ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് പാഠത്തിന്റെ പേരാണ് മഴ ചാറുമ്പോൾ. ഇതൊരു കവിതയാണ് കേട്ടോ. കവിയുടെ പേരെന്താ? തിരുനെല്ലൂർ കരുണാകരൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകളുമായിട്ടുള്ള പുസ്തകത്തിന് ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴ എത്തിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്നത് ചാറ്റൽ മഴ, അതായത് ആകാശത്തിന് ചാറ്റൽ മഴ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ, ചാറ്റൽ മഴ. അപ്പൊ ചാറ്റൽ മഴ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചാറ്റൽ മഴ വരുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് കവിതയുടെ ഒരു ഇതിവൃത്തം. അപ്പൊ നമുക്ക് കവിത വായിക്കാം. അപ്പൊ കവിയുടെ പേര് തിരുനെല്ലൂർ കരുണാകരൻ. നമ്മുടെ കവിതയുടെ പേരെന്താ? മഴ ചാറുമ്പോൾ. ദൂരെ ദൂരെ കിഴക്കുനിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. എന്താ വാരിതങ്ങൾ? മേഘം ട്ടോ, മേഘങ്ങൾ. ദൂരെ ദൂരെ കിഴക്കുനിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. താഴെ വീഴുകയിൽ ആകൃതി മാറും കാർമുകിലിൻ നുറുങ്ങുകൾ പോലെ. ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ. ചേണിനുള്ളം കുളിർ കായലാണോ, ക്ഷീണമുള്ളത് മാറ്റുവാനാണോ, ഒത്തുചേർന്നവ തങ്ങൾ തൻ ഓർമ്മയ്ക്കൊത്ത തേൻമൊഴി പാട്ടു പാടുന്നു. നല്ലൊരു മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോരുമി പാട്ടും. ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്നിതെന്തൊരു ഉന്മാദം. എന്താ പറയണത്? അതെ, മഴ വരികയാണ് അല്ലെ. മഴ ഇങ്ങനെ ശക്തമായിട്ടല്ല, ചാറ്റലാണ്. അപ്പൊ എങ്ങനെ വരുന്നത്? ദൂരെ ദൂരെ കിഴക്കുനിന്ന് എത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. അതായത് മഴത്തുള്ളികൾ വരുമ്പോൾ മേഘങ്ങൾ മാറുകയാണ് അല്ലെ. അപ്പൊ എന്താണ് വാരിതങ്ങൾ വെച്ചാൽ മേഘങ്ങളാണ്. അപ്പൊ മേഘങ്ങൾ മാറ്റി ആര് വരികയാണ് താഴോട്ട്, ഭൂമിയിലോട്ട്? മഴ പെയ്യുകയാണ് അല്ലെ. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ എന്ന് വെച്ചാൽ ആ മഴയെ അവിടെ വർണ്ണിക്കുകയാണ് കേട്ടോ. വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയും നേർത്താണ്, ചാറ്റലാണ് കേട്ടോ. അപ്പൊ ഈ നേരത്തെ കമ്പികൾ പോലെയുള്ളവ താഴെ വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആകൃതി മാറുന്നു അല്ലേ. കാർമുകിലിൻ നുറുങ്ങുകൾ പോലെ ആകൃതികൾ മാറുന്നു. ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ. അപ്പൊ അവിടെ പാടത്ത് പണിക്ക് നിൽക്കുകയാണ് അല്ലെ, ഞാറ് നടാനായിട്ട് നിൽക്കുകയാണ്. ആര്? സ്ത്രീകൾ, പെണ്ണുങ്ങൾ നിൽക്കുകയാണ്. പാടത്ത് പണി ചെയ്യുന്ന സ്ത്രീകൾ നിൽക്കുകയാണ്.
അപ്പൊ അവരെന്താണ് ഞാറ് നടാൻ നിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്യുന്നു. അപ്പൊ ചേണിനുള്ളം കുളിർ കായലാണോ, ക്ഷീണമുള്ളത് മാറ്റുവാനാണോ, ഒത്തുചേർന്നവർ തങ്ങൾ തന്നെ ഓർമ്മയ്ക്കൊത്ത തേൻമൊഴി പാട്ടു പാടുന്നു. അപ്പൊ അവരെന്ത് ചെയ്യാണ്? അതെ, അവർക്ക് ക്ഷീണമുള്ളത് മാറ്റാനാണോ, മാറ്റാനായിട്ട് അവരുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി അവർ എന്ത് ചെയ്യാണ്? ആ ഒരു ചാറ്റൽ മഴ അവർ ഞാറ് നടുമ്പോൾ എന്ത് ചെയ്യും? പാട്ടും കൂടെ പാടിയിട്ടാണ് അവർ ഞാറ് നടുന്നത് അല്ലേ? അപ്പൊ അവരുടെ ഓർമ്മയിലുള്ള അവർ പാട്ടുകൾ പാടി അവരെന്ത് ചെയ്യുന്നു? കൃഷിപ്പാട്ടുകളൊക്കെ പാടിയിട്ട് ഞാറ് നടുന്നു. അപ്പൊ എന്താ കവി ഇവിടെ പറയണത്? നല്ലൊരു മഴച്ചാറ്റിലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്ന് ഓലുമി പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്നാൽ എന്തൊരു ഉന്മാദമാകും എന്നാണ് പറയുന്നത്. അത് അത്രയും സന്തോഷകരമാവും, ഒരു ഉന്മാദ ലഹരിയിലാവും എന്ന് പറയണം. എന്താ? ആ ഒരു ചാറ്റൽ മഴയും അതോടൊപ്പം വരുന്ന ഇളം കാറ്റും അതുപോലെ ആ സ്ത്രീകളുടെ, അതായത് പാടത്ത് പണി ചെയ്യുന്നവർ പാടുന്ന പാട്ടും അല്ലെ, ആ കൃഷിപ്പാട്ടുകളും അതോടൊപ്പം ഇപ്പോൾ വിടരുന്ന പൂവിന്റെ സ്വപ്നവും എല്ലാം കൂടെ ചേരുമ്പോൾ എനിക്ക് എന്താവുന്നു? ഇപ്പൊ ഒരു ഉന്മാദ ലഹരിയിലാവുന്നു എന്ന് കവി പറയാണ്. കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? തിരുനെല്ലൂർ കരുണാകരൻ. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലോട്ട് പോകാം. കവിതയുടെ ആശയം: മഴ ചാറുമ്പോൾ എന്ന കവിതയിൽ കവി തിരുനെല്ലൂർ കരുണാകരൻ ചാറ്റൽ മഴയെയാണ് തന്റെ വരികളിലൂടെ വർണ്ണിക്കുന്നത്. മഴ ഭൂമിക്ക് ജീവൻ നൽകുന്ന പ്രകൃതിയുടെ വലിയ അനുഗ്രഹമാണ്. മഴ പെയ്യുമ്പോൾ വരണ്ട ഭൂമി പച്ച പിടിക്കുന്നു, ചെടികളും മരങ്ങളും വളരുന്നു, കൃഷി സമൃദ്ധമാകുന്നു. അതിനാൽ കർഷകർക്ക് മഴ വളരെ പ്രിയപ്പെട്ടതാണ്. മഴയെ ചിലർ ബുദ്ധിമുട്ടായി കാണുമ്പോൾ മറ്റു ചിലർ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവർ കുട പിടിക്കാതെ മഴയിൽ നനയാൻ ഇഷ്ടപ്പെടുന്നു. മഴയിൽ നനയുന്നത് അവർക്കൊരു ആനന്ദമാണ്. ഇവർ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. കവിതയുടെ തുടക്കത്തിൽ കവി മഴയുടെ തുടക്കത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. മഴയെ വെള്ളി പോലുള്ള നേർത്ത കമ്പിയായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. ആകാശത്ത് നിന്ന് മഴമേഘങ്ങളെ നീക്കി മഴ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ ഭൂമിയിലേക്ക് വീണതും രൂപം മാറുന്നു. ആ ചാറ്റൽ മഴയിൽ പാടത്തെ ചെളിയിൽ ജാർ നട്ടുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ ആ മഴ ആസ്വദിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു. മഴച്ചാറ്റലും തണുത്ത കാറ്റും അതിനൊപ്പം അവരുടെ പാട്ടും വിടർന്നു വരുന്ന പൂവും എല്ലാം കൂടി ചേരുമ്പോൾ ആനന്ദത്തിന്റെ ഉന്മാദത്തിലാകുന്നു എന്ന് കവി പറയുന്നു. പ്രകൃതി എങ്ങനെയെല്ലാം ആനന്ദം നമുക്കായി സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് ഈ വരികളിൽ നിന്നും മനസ്സിലാക്കാം. ഈ കവിത പ്രകൃതിയെ സ്നേഹിക്കാനും മഴയുടെ വില മനസ്സിലാക്കാനും പ്രകൃതിയിൽ നിന്ന് നമുക്ക് എങ്ങനെ എല്ലാം ആനന്ദം കണ്ടെത്താമെന്നും വായനക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇതാണ് കവിതയുടെ ചെറിയൊരു ആശയക്കുറിപ്പായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു കവിത പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കവിത നന്നായി വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് കവിതയുടെ ആശയത്തിന്റെയാണ്. നമ്മൾ ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ് അടുത്ത ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യോത്തരത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.